നമസ്കാരം. ശ്രീ വയലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിതയെ ആസ്പദമാക്കി ഒരു കൊച്ചു ഏകാഭിനയമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കവി ഒരു കവിത എഴുതാനുള്ള പുറപ്പാടിലായിരുന്നു. എവിടെ നിന്നോ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. ഒരമ്മയുടെ കരച്ചിലാണെന്ന് തോന്നുന്നു. അതാ ഒരു മുത്തശ്ശി വരുന്നുണ്ട്. ചോദിച്ചു നോക്കാം, മുത്തശ്ശി എവിടെ നിന്നാണ് ആ കരച്ചിൽ കേൾക്കുന്നത്? ആരാണെന്ന് ഞാൻ പറയാൻ, അത് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ നിന്നാ. ഉണ്ണിക്കുട്ടൻ്റെ അമ്മയുടെ കരച്ചിലാണത്. ഉണ്ണിക്കുട്ടൻ നമ്മെ എല്ലാവരെയും വിട്ടുപോയി. ഉണ്ണിക്കുട്ടൻ, ഹായ്, നമുക്ക് കളിക്കാം. കഞ്ഞിയും കറിയും വെച്ച് കളിക്കാവേ. കഞ്ഞിയും കറിയും വെച്ച് ഇന്ന് നമുക്ക് പായസം ഉണ്ടാക്കിയാലോ? അയ്യോ, ഉണ്ണിക്കുട്ടന് പായസം ഉണ്ടാക്കാൻ അറിയൂല. നമുക്കേ അമ്മയെ വിളിക്കാമേ. അമ്മേ, അമ്മേ. അമ്മ വരൂല. അമ്മക്ക് അടുക്കള ജോലിയാ. നമുക്ക് വേറെ എന്ത് ചെയ്യാമേ? ഹായ്, മാവിൻ്റെ പൂവ്. ഉണ്ണിക്കുട്ടന് മാവിൻ്റെ പൂ വേണം. എങ്ങനെ പറിക്കാം? ഞാനിപ്പം വരാമേ. ഹായ്, മാവിൻ്റെ പൂവ്. നമുക്കിത് അമ്മയെ കാണിക്കാമേ. അമ്മേ, അമ്മേ. എന്താ 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 കാര്യം? കാണിക്കൂല. ഉണ്ണി മര്യാദയ്ക്ക് കാണിക്കാനാ പറഞ്ഞേ. കാണിക്കൂല. ഇങ്ങോട്ട് കാണിക്കടാ. എൻ്റെ ഈശ്വര, ഞാൻ എന്തായി കാണുന്നത്? മാവിൻ്റെ പൂ പറിക്കേ. മാവിൻ്റെ പൂ പറിച്ച പിന്നെ എവിടുന്ന മാങ്ങ ഉണ്ടാവുക? മാവിൻ്റെ പൂമെന്ന മാങ്ങ ഉണ്ടാവുക? മാവിൻ്റെ പൂവെന്നല്ല, പിന്നെ എവിടുന്ന മാങ്ങ ഉണ്ടാവുക? നിനക്ക് കുറുമ്പത്തിരി കൂടുന്നുണ്ട്. വടി എവിടെ? അതിന് ഉണ്ണിക്കുട്ടനെ എന്തിനാ അടിച്ച്? ഉണ്ണിക്കുട്ടന് മാമ്പഴം വേണ്ട. ഉണ്ണിക്കുട്ടൻ മാമ്പഴം കഴിക്കാൻ വരൂല. അങ്ങനെ നാളുകൾ കുറെ കടന്നുപോയി. ഒരു ദിവസം ഉണ്ണിക്കുട്ടന് പനി പിടിച്ച് കിടപ്പിലായി. എത്ര മരുന്നുകൾ കഴിച്ചിട്ടും ഉണ്ണിക്കുട്ടൻ നമ്മെല്ലാവരെയും വിട്ടുപോയി. ഉണ്ണി, മോനെ കണ്ണു തുറക്കടാ. അമ്മയാ വിളിക്കുന്നത്. മോന് മാമ്പഴം വേണ്ട എന്ന് പറഞ്ഞത് നേരായില്ലേ? മോനെ കണ്ണു തുറക്കടാ. നോക്ക് മോനെ, അമ്മ മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. മോനെ കണ്ണു തുറക്കടാ. എന്തൊരു സങ്കടകരമായ കഥ. ഇതിനെ കുറിച്ചൊരു കവിത എഴുതിയാലോ? മാമ്പഴം തന്നെ ആയിക്കോട്ടെ. അങ്കണത്തൈമാവിൽ നിന്നും ആദ്യത്തെ പയം വീകെ, അമ്മ തൻ നേത്രത്തിൽ നിന്നും മുഹിയൊന്നു ചുടുകണ്ണീർ. അങ്ങനെ മാമ്പഴം എന്ന ഏകാഭിനയം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.